ജീവിതത്തിൽ സമ്മർദ്ദം വരാത്തവരാരാ ഉള്ളത് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരാറുണ്ട്. പക്ഷേ അതിനെ നേരിടാനുള്ള കരുത്ത്, അതാണ് നമ്മുടെ മാനസിക പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഈ മാനസിക പ്രതിരോധ ശേഷി ഇല്ലാത്തതുകൊണ്ടായിരിക്കും പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും നമുക്കത് പരിഹരിക്കാൻ സാധിക്കാതെ വരുന്നത്. അപ്പം മാനസിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് നമ്മളൊന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പം മാനസിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ടുള്ള 5 വഴികളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്നാമതായിട്ട്, ചെറിയ കാര്യങ്ങൾ പോലും നന്ദിയോടെ നമ്മൾ കാണുക. ദിവസം നമ്മൾ 2-3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മൾ ദിവസവും നമ്മളൊന്ന് ആലോചിക്കുക, ഇന്ന് എന്നെ സന്തോഷിപ്പിച്ചത് എന്താണ്. അപ്പോൾ ആ സന്തോഷിപ്പിച്ചതിനുള്ള കാരണം നന്ദിയോടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു നന്ദിയോടെ ഉള്ള ഒരു മനോഭാവം പ്രശ്നങ്ങളെ ചെറുതായി കാണാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമത്തേതായിട്ട്, നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക. അപ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇപ്പം എനിക്ക് കഴിയേല, എനിക്ക് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഞാൻ ശ്രമിക്കാം എന്നൊരു മാറ്റം വരുത്തുക. അപ്പം മനസ്സിൻ്റെ ഭാഷ മാറ്റുമ്പോൾ പ്രതിരോധ ശേഷിയും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വളരും. അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. മതിയായ ഉറക്കം, ശരിയായ ഭക്ഷണം, ചെറിയ ചെറിയ വ്യായാമങ്ങൾ, ഇവ നമ്മുടെ മനസ്സിൻ്റെ ശരിക്കും പറഞ്ഞാൽ കരുത്ത് കൂട്ടും. അപ്പോൾ ക്ഷീണവും ശരീരം ക്ഷീണിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് തോന്നത്തില്ല. ക്ഷീണിച്ച ശരീരം നമുക്ക് ക്ഷീണിച്ച മനസ്സിനെ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കുക. അടുത്തതായിട്ട് സ്വയം സംസാരിക്കുക. പോസിറ്റീവായിട്ട് നമ്മൾ സ്വയം സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് കരുത്തുണ്ട്, ഇതിനു മുൻപും പല പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്, അതിനെയൊക്കെ ഞാൻ വളരെ നിസ്സാരമായിട്ട് തരണം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ മുൻപും ജയിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കുക. അപ്പോൾ സ്വയം പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മളിങ്ങനെ പ്രതിസന്ധികളെ ചെറുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. അടുത്തായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വെച്ചാൽ, ആവശ്യത്തിന് നമ്മൾ പറ്റിയില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ സ്വയം ഒരു സഹായം തേടുക. അത് നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ടാവും, അവരോടോ അല്ലെങ്കിൽ കുടുംബത്തിൽ ആരോടോ, അല്ലെങ്കിൽ ഇതൊന്നും പറ്റുന്നില്ല, എനിക്ക് ആരോടും അങ്ങനെ സംസാരിക്കാൻ തോന്നുന്നില്ല, പ്രൊഫഷണൽ ആയിട്ടുള്ള ആരുടെയെങ്കിലും സഹായം നേടാം. അപ്പോൾ ആരെങ്കിലും കൗൺസിലർമാരായിട്ടൊക്കെ തുറന്ന് സംസാരിക്കുക. അപ്പോൾ ഒറ്റയ്ക്ക് ഭാരം എടുക്കാതെ നമ്മളത് പങ്കിടുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിന് കരുത്താർജിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് സഹായം തേടാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ചെറിയ കാര്യങ്ങൾ നന്ദിയോടെ കാണുക, നെഗറ്റീവ് ചിന്തകളെ ചോദ്യം ചെയ്യുക, ശാരീരിക ആരോഗ്യത്തിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തുക, പോസിറ്റീവായിട്ട് സെൽഫ് ടോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ആവശ്യ സഹായം തേടുക. ദിവസേന ചെറിയ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാനസിക പ്രതിരോധ ശേഷി നമുക്ക് മനസ്സിൽ തന്നെ വളരെ ശക്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സുകൾക്കായിട്ട് നിങ്ങൾ ഗുഡ് ലൈഫ് കൗൺസിലിങ്ങിൻ്റെ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഫോളോ ചെയ്യുക. ഇനി ഇതല്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് സഹായം തേടണമെന്നുണ്ടെങ്കിൽ ഗുഡ് ലൈഫിലേക്ക് വിളിച്ചാലും മതി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും.